CPM-ൻ്റെ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കലക്റ്റീവ് ഫങ്ഷനിങ് ആണ്. എല്ലാവരും ഈ കേന്ദ്ര കമ്മിറ്റിയാണ് രണ്ട് പാർട്ടി കോൺഗ്രസിനിടയിൽ ഏറ്റവും വലിയ കമ്മിറ്റി. പോളിറ്റ് ബ്യൂറോനേക്കാളും വലിയ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയാണ്. അപ്പോൾ അതിൽ ഏതോ ഒരു വ്യക്തിക്ക് വലിയ രീതിയിൽ ഒരു സ്വാധീനം, വ്യക്തി ആലോചിക്കുന്ന രീതിയിൽ തന്നെ എല്ലാം നടക്കും എന്ന രീതിയിലല്ല പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് മുമ്പും വളരെ നവരത്നമാർ ഉണ്ടായപ്പോഴും കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ വ്യക്തി ആരാധന എന്ന രീതിയിൽ അത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിക്കുന്ന ഒരു രീതിയല്ല, നമ്മളുടെ ഒരു രീതിയല്ല അത്. പക്ഷേ സ്വാഭാവികമായിട്ടും അണികളിടയിൽ എല്ലാവരും ഒരു പാർട്ടി കാഡർ എന്ന രീതിയിലായിരിക്കില്ല. ചിലപ്പോൾ പാർട്ടിയുടെ അതേ ഒരു കോൺഷ്യസ്നെസ്, ഉയർന്ന ഒരു കോൺഷ്യസ്നെസ് ലെവൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചിലത് കാണും. അപ്പോൾ ഈ ഓരോ വിഷയം സംഭവിക്കുമ്പോഴും അതിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് വെച്ച് ഉടനെ അതിനെതിരെ എന്തെങ്കിലും സംസാരിക്കണമെന്നില്ല. പക്ഷെ CPM-ൻ്റെ മുതിർന്ന നേതാക്കളായ, തീർച്ചയായിട്ടും ഈ നാട്ടിൽ വളരെയേറെ ആദരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന നേതാക്കളായാലും അവർ ഈ ഓരോ വിഷയത്തിലും ഇങ്ങനെ അതിനെതിരെ സംസാരിക്കണമെന്നില്ല. അവരുടെ നിലപാട് എന്താണ് എന്ന് പാർട്ടിക്കും അറിയാം, പാർട്ടി മെമ്പർമാർക്കും അറിയാം. അത് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജയരാജേട്ടൻ പറയാം. അല്ല, ഞാനത് നേരത്തെ പറഞ്ഞതാണ്. വ്യക്തികളല്ല, പാർട്ടിയാണ് പ്രധാനം. ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് CPM ആണ്. അന്നവസ്ത്രാദി ഒട്ടും മുട്ടാതെ തന്നോ രക്ഷിപ്പൂ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഇതാരുടേതാണ് 4 വരി? ശ്രീനാരായണ ഗുരുവിൻ്റെ. ശ്രീനാരായണ ഗുരുവിൻ്റെ 4 വരിയിൽ പറയുന്ന നീ ഒന്ന് തന്നെ നമുക്ക് തമ്പുരാൻ എന്ന് പറയുന്നത് അന്നവും വസ്ത്രവും ഒട്ടും മുടങ്ങാതെ തരുന്നവരാരാണോ അവരാണ് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്, അതിൽ വ്യക്തികളടങ്ങുന്ന പാർട്ടിയാണ്, ആ കൂട്ടായ്മയാണ് അന്നവും വസ്ത്രത്തിനും വേണ്ടി പൊരുതുന്നത്. അവരുടെ മുമ്പാകെ വ്യക്തികൾ എന്നുള്ളത് നിസ്സാരന്മാർ. വ്യക്തികളേക്കാൾ പ്രധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്നെപ്പറ്റി ഒരാളും ദൈവമായി പറയാൻ പാടില്ല. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ. ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയൊരു മഹാൻ വേറെ പറയാനില്ലല്ലോ നമുക്ക്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ദൈവമായി ചിത്രീകരിച്ചപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം? ഞാനൊരു സാധാരണ മനുഷ്യൻ. അപ്പം അതുകൊണ്ട് ഏത് നേതാവായാലും ഏത് വ്യക്തിയായാലും അവർ പാർട്ടിക്ക് നൽകിയ സംഭാവന വിലപ്പെട്ടതാണ്. എന്നാൽ പാർട്ടിയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് അക്കാര്യത്തിൽ വേറെ പാർട്ടിക്ക് ശേഷം സംശയമില്ല. ചിത്രീകരിക്കപ്പെട്ട നേതാവിൻ്റെ അഭിപ്രായവും ഇതാണ്.